സംസ്ഥാനത്ത് ജാതി സെൻസസ് നടത്തുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ലെന്ന് സർക്കാർ. സുപ്രീംകോടതി വിധിയനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചു. ഭരണഘടനാ ഭേദഗതിക്ക് അനുസൃതമായി ജാതി സെൻസസ് നടത്താൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്നും അതിന് സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് അടിയന്തരമായി ജാതി സെൻസസ് നടത്തണമെന്ന് എം.കെ. മുനീർ എം.എൽ.എ. ആണ് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെട്ടത്. 105 ഭരണഘടനാ ഭേദഗതിയിലൂടെ സാമൂഹ്യ സാമ്പത്തിക സെൻസസ് നടത്താൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്നിരിക്കെ ജാതി സെൻസസ് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന സംസ്ഥാന സർക്കാർ വാദം ഒഴുക്കൻ നിലപാടെന്ന് മുനീർ ചൂണ്ടിക്കാട്ടി. ജാതി സെൻസസ് ആവശ്യപ്പെടുന്നത് ആരുടെയും അവകാശങ്ങൾ ഹനിക്കാനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഗവൺമെന്റ് ഒരു കാസ്റ്റ് സെൻസസിന് തയ്യാറാവണം. ഇത് ഏതെങ്കിലും ഒരു ജാതിയല്ലല്ലോ. ജാതി എന്ന് പറയുമ്പോൾ എല്ലാ ജാതികളുടെയും അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതനുസരിച്ച് അവർക്ക് ക്ഷേമങ്ങൾ കൊടുക്കാനാണ്. ജാതി സെൻസസ് ഏതെങ്കിലും മതവിഭാഗത്തെയോ ജാതിയെയോ തകർക്കാനല്ല, എല്ലാവരും എവിടെ നിൽക്കുന്നു അറിയാനാണ്. ജാതി സെൻസസിനെ തത്വത്തിൽ അംഗീകരിക്കുമ്പോഴും സ്വന്തം നിലയിൽ ജാതി സെൻസസ് നടത്തുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ലെന്നാണ് സർക്കാർ നിലപാട്. വിഷയത്തിൽ സുപ്രീം കോടതിയിലുള്ള കേസിന്റെ വിധിയനുസരിച്ച് മാത്രം തീരുമാനമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സഭയെ അറിയിച്ചു. ജനസംഖ്യ കണക്കെടുപ്പ് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. സുപ്രീം കോടതി മുമ്പാകെയുള്ള കേസിന്റെ വിധി വരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് സെൻസസ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ഇനിയും നടത്തിയിട്ടില്ലാത്ത 2021 സെൻസസിന്റെ ഭാഗമായി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിവരങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ സമഗ്രമായി ശേഖരിക്കുന്നതാണ് ഉചിതമെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.